പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ആൾബലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾബഹുത്വത്തിലും പടക്കോപ്പിലും അല്ലെങ്കിൽ യുദ്ധ ഉപകരണങ്ങളിലും സാമഗ്രികളിലും വാളും കുന്തവും കുതിരയും കൊണ്ടല്ല ദൈവം ജയമെടുക്കുന്നത്. ശത്രുക്കളിന് മേൽ ദൈവം ജയമെടുക്കുന്നതിന് സർവശക്തനായ ദൈവത്തിന് ഈ വകകളൊന്നും ആവശ്യമില്ല. ഒരു വ്യക്തിയെ കൊണ്ടുപോലും ദൈവം വലിയ ഒരു പടജനത്തോട് എതിരിട്ട് ജയം കൽപ്പിക്കുമാറാക്കും. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന് അവനെ മാത്രം മതി. അവനെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. മിദ്യാന്യർ എന്ന് പറയുന്നതായ ഒരു കൂട്ടം, ഒരു വംശം ഇസ്രായേൽ ജനത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് 10,000 ലക്ഷക്കണക്കിന് യോദ്ധാക്കളുമായി പടക്കോപ്പുകളുമായി കുതിരച്ചേവകരുമായി അവർ ഇസ്രായേലിന് എതിരായി അണിനിരന്നു പാളയമിറങ്ങി. ഗിദെയോൻ നോക്കിയപ്പോൾ അവരോട് മല്ലിടുവാൻ കുറഞ്ഞതൊരു 50,000 പേരെങ്കിലും വേണം. ഇല്ല എങ്കിൽ ലക്ഷക്കണക്കിന് ഇറങ്ങിയിരിക്കുന്ന ഈ ജനങ്ങളോട് പോരാടുവാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. എങ്കിലും പടയ്ക്കായി പുറപ്പെടുവാൻ യോദ്ധാക്കളായി ഗിദെയോന് 32,000 പേരെ കിട്ടി. ആ 32,000 പേരുമായിട്ട് യുദ്ധത്തിന് പോകുവാൻ ഗിദെയോൻ തയ്യാറെടുക്കുമ്പോൾ സർവശക്തനായ ദൈവം ഗിദെയോന് അരുളപ്പാടുകളുമായിട്ട് വന്നു. ഗിദെയോനെ, ഞാൻ ആൾബലത്തിലല്ല, ആൾക്കാരുടെ അല്ലെങ്കിൽ യോദ്ധാക്കളുടെ പെരുപ്പത്തിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് യുദ്ധം ചെയ്യുവാൻ ഇത്രയും ജനങ്ങളൊന്നും ആവശ്യമില്ല. നിന്റെ കൂടെയുള്ളവർ ഒരുപാട് ജനങ്ങളാണ്. അവരെയും കൊണ്ട് യുദ്ധം ചെയ്യിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ 32,000 പേരെയും കൊണ്ട് യുദ്ധം ചെയ്ത് ഞാൻ നിനക്ക് ജയം തന്നാൽ ഈ 32,000 പേരും ജയത്തിനായി അവർ അവകാശപ്പെടും. അവരുടെ പ്രയത്നം കൊണ്ടാണ് ഈ ജയമൊക്കെയും നേടിയതെന്ന്, മിദ്യാന്യരുടെ മേൽ ജയം കൊണ്ടത് അവരുടെ ബലം കൊണ്ടാണെന്നും ബുദ്ധിശക്തി കൊണ്ടാണെന്നും ഒക്കെ അവകാശപ്പെടും. അതുകൊണ്ട് ഇതിൽ ഏറിയ പങ്കിനെയും വീട്ടിൽ പറഞ്ഞു വിടാൻ ഗിദെയോന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അങ്ങനെ ആൾക്കാരെ കുറച്ച് ദൈവം പല ഘട്ടങ്ങളായി ഗിദെയോനോട് അരുളി ചെയ്തത് നിമിത്തം ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 300 പേരിൽ അവശേഷിച്ചു. 1% 32,000 പേരുടെ 1% 300 പേരെയും കൊണ്ട് ഗിദെയോൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവിന് ആ സംഭവത്തെക്കുറിച്ച് നമ്മോട് അരുളി ചെയ്യുവാൻ ഒരു സന്ദേശമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യം. അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തൻ താൻ്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, 32,000 പേരിൽ നിന്ന് ദൈവം കേവലം 1% യോദ്ധാക്കളെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ദൈവം പറയുന്നത് പോലെ, ഗിദെയോൻ കാണിച്ചു കൊടുക്കുന്നത് പോലെ, അവൻ ചെയ്യുന്നത് പോലെ അനുകരിക്കുവാനും അനുസരിക്കുവാനും മനസ്സൊരുക്കമുള്ള കേവലം 1% ജനങ്ങൾ. അവർ താൻ്റെ നിലയിൽ അക്ഷോഭ്യരായി നിന്നപ്പോൾ മിദ്യാന്യർ ഭയന്ന് വാങ്ങി ഓടിപ്പോയെന്നാണ് ദൈവത്തിൻ്റെ വചനം. പാച്ചൽ തുടങ്ങി. അവരുടെ ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അതേ രീതിയിൽ അവർ ഭയന്ന് ഓടിക്കളഞ്ഞു. യുദ്ധം ചെയ്തില്ല. ദൈവത്തിൻ്റെ ജനം താൻ്റെ നിലയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്കെതിരായി പോരാടുന്ന ഒരു ശത്രു നിന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുവാൻ, നശിപ്പിച്ച് കളയാൻ നിന്റെ തലമുറയ്ക്ക് നിനക്കെതിരായി ധാരാളം ശത്രുക്കൾ നീ അറിഞ്ഞും അറിയാതെയും പോരാടുന്നുണ്ട്. നീ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിനക്കെതിരായി അവിടെ ഇവിടായി അനേക പാളയങ്ങൾ തയ്യാറെടുത്ത് വരികയാണ്. അനേക സമരങ്ങൾ അവിടെ ഇവിടായിട്ട് പദ്ധതിയിട്ട് വരികയാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്നതായ ഒരു സന്ദേശം, നിങ്ങൾ താൻ്റെ നിലയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് സഭകളോട് പറയുന്നതായ
ഒരു കാര്യമുണ്ട്. ഉറച്ചു നിൽപ്പീൻ, ധൈര്യം കാണിപ്പീൻ. ഓരോരുത്തൻ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവീൻ, പുരുഷത്വം കാണിപ്പീൻ. നിങ്ങൾ ഭയപ്പെടരുത്, കുലുങ്ങാത്തവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ ദിനവും വർദ്ധിച്ചു വരുന്നവരും ആയിത്തീരുമ്പോൾ നാം കാണിക്കുന്ന ഉറപ്പും മനോധൈര്യവും ശത്രുക്കളെ വല്ലാതെ ഭയപ്പെടുത്തി കളയും. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നാം നമ്മുടെ നിലയിൽ നിന്ന് മാറിയാൽ ശത്രു അവിടെ നമ്മുടെ മേൽ ജയമെടുക്കും. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തൻ താന്താൻ്റെ നിലയിൽ തന്നെ നിന്നു. നമ്മുടെ നിലകളിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ചില നിലകളുണ്ട്, ചില നിലപാടുണ്ട്. ആ നിലപാട് നമുക്കിഷ്ടമായിട്ടുള്ള ഒരു നിലപാടല്ല ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിനറിയാം ഏത് ദിശയിൽ നിന്നാണ് നിന്നെ നശിപ്പിക്കുവാനുള്ളതായ അമ്പുകൾ അല്ലെങ്കിൽ കൊല്ലിയാനുകൾ മിന്നുന്നതെന്ന് ദൈവം നന്നായിട്ട് അറിയുന്നു. ആ ദിശയിൽ നിന്നെ നിർത്തുമ്പോൾ ശത്രുവിൻ്റെ അമ്പുകൾ നിനക്കെതിരായി വരുന്നത് അത് ഫലം കാണാതെ പോകേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ ഫലം കാണരുത്, നിന്നെ സ്പർശിക്കാതിരിക്കേണ്ടതിന് ദൈവം ചില ദിശകളിൽ ദൈവം നിന്നെ നിർത്തും. ചില പ്രത്യേകമായ ആജ്ഞകൾ നിനക്ക് തരും, പ്രത്യേകമായ ചില ചട്ടങ്ങൾ നിന്നോട് കൽപ്പിക്കും, ചില പ്രത്യേകമായ ശുശ്രൂഷകൾ നിനക്ക് തരും. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായി നിൽക്കുമ്പോൾ, ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ സ്ഥാനത്ത് കുലുങ്ങാത്തവനായി നിൽക്കുമ്പോൾ, അവിടെ ശത്രു നിന്നെ കാണുമ്പോൾ, ഓ, ഇവൻ എത്ര ഭയപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ ആരവാരങ്ങൾ കേട്ടിട്ട് ഇവൻ ഭയപ്പെടുന്നില്ലല്ലോ, അപ്പോൾ ഇവനിൽ എന്തോ ശക്തിയുണ്ടെന്ന് ശത്രുക്കൾ മനസ്സിലാക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കുലുങ്ങാത്തവരായിരിക്കുമ്പോഴാണ് ശത്രു ഭയപ്പെടുന്നത്. അവർ പാച്ചിൽ തുടങ്ങും. നീ കുലുങ്ങാതെ അക്ഷോഭ്യനായി താൻ്റെ നിലയിൽ ഗിദെയോൻ ആക്കി നിർത്തി ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവൻ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നത് കണ്ടപ്പോൾ, ഗിദെയോൻ അതിന് തൊട്ടു മുമ്പുള്ളതായ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ചെയ്ത 17-ാം വാക്യം, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവീൻ, പാളയത്തിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കുകളെ കർശനമായിട്ട് അനുസരിക്കുന്നതായ, ദൈവം പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നതായ കുലുങ്ങാത്ത യോദ്ധാക്കൾ ഉള്ളിടത്ത് പാളയം സ്വസ്ഥമായിരിക്കും. അവൻ്റെ ഭവനം ഭയം കൂടാതെ വസിക്കും, നിർഭയരായി ദേശത്ത് വസിക്കും. അവൻ്റെ സന്തതികൾ ഒരു ഭയവും കൂടാതെ ദേശത്ത് സഞ്ചരിക്കും. അവർക്ക് ആശ്രയമുള്ളത് ദൈവത്തിലാണ്. ദൈവം വലിയ ജനങ്ങളെ കൊണ്ടല്ല വേല ചെയ്യിക്കുന്നത്. ആയുധങ്ങളല്ല ദൈവത്തിന് വലിയ കാര്യം. നിന്റെ കയ്യിലുള്ളതായ കുതിരശക്തിയോ ആയുധത്തിൻ്റെ ബലമോ ടെക്നോളജിയോ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവം പറയുന്നത് കേൾക്കുന്ന, നിന്റെ സ്ഥാനത്ത് തന്നെ കുലുങ്ങാതെ നിൽക്കുന്നതായ ഒരു കൂട്ടം ജനത്തെ ദൈവം കാണുന്നു. അങ്ങനെ ദൈവം നിന്നെ ആക്കി തീർക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവം നമ്മെ ചില കൽപ്പനകൾ തന്ന്, ചില നിയോഗങ്ങൾ തന്ന്, ചില ശുശ്രൂഷകൾ തന്ന് നമ്മെ ചില സ്ഥാനത്താക്കുമ്പോൾ ഒരു തരത്തിലും അതിനെ വിട്ട് വ്യതിചലിക്കാത്തവരായി തീരുമെങ്കിൽ ബലഹീനതകൾ ധാരാളം വരും. നിനക്കൊരുപാട് കഷ്ടങ്ങൾ നിനക്കുണ്ടായിരുന്നിരിക്കാം. പക്ഷെങ്കിൽ നിന്റെ നിലയിൽ നിന്ന് നീ മാറാതിരിക്കുക. ഏത് നിലപാട്, ഏത് സ്ഥാനത്താണ് ദൈവം നിന്നെ നിർത്തിയത്, അവിടെ പരിഹാസികൾ ധാരാളം കാണും. നിന്റെ കയ്യിലുള്ളതായ ആയുധം വെറും മൺകുടവും ഒരു കാഹളവും മാത്രമാണ്. എന്നാൽ ദൈവം പറയുന്ന സമയത്ത് ഒത്തുചേർന്ന് അത് ഉടയ്ക്കുമ്പോൾ, ആ കാഹളം ഊതുമ്പോൾ അവിടെ ശത്രുവിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവർ പാച്ചിൽ തുടങ്ങും. പാളയം ഇതാ നിന്റെ മുൻപിൽ ഇരച്ചു പാഞ്ഞോടി ഭയപ്പെടുന്നതായ ഒരു കാഴ്ച നിനക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ ദിനവും വർദ്ധിച്ചു വരുന്നവരും ഭയപ്പെടാത്തവരും നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരുമായി തീരുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്റെ സ്ഥാനത്തെ നീ സൂക്ഷിക്കുമെങ്കിൽ ജയം നിന്റെ കൂടെയാണ്. ശത്രു നിന്നെ കണ്ട് ഭയന്നോടും. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഭയപ്പെടാൻ ഒന്നുമില്ലാതെ നീ നിന്റെ കുടുംബവും ദേശത്ത് നിർഭയരായി വസിക്കുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.